മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മണിപ്പൂർ ചുരാചന്ദ്പൂരിൽ ഉണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 60 വയസ്സുള്ള സ്ത്രീയും. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് ചേരുന്നുണ്ട്. സ്വാതി, കുറച്ചു കാലത്തിനിടയ്ക്ക് മണിപ്പൂരിൽ നിന്ന് ഇത്തരം വാർത്തകളൊന്നും നമ്മൾ കേൾക്കുന്നില്ലായിരുന്നു. ശാന്തിയുടെ ഒരു സമാധാനത്തിന്റെ പാതയിലായിരുന്നു മണിപ്പൂർ. പക്ഷേ വീണ്ടും കലാപ ശ്രമങ്ങൾ ആണോ അവിടെ നിന്ന് വരുന്നത്? പുറത്തേക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? വിനിഷ, വീണ്ടും മണിപ്പൂരിന്റെ വിവിധയിടങ്ങൾ സംഘർഷഭരിതമായി തുടരുകയാണ്. കുക്കി സ്വാധീന മേഖല അല്ലെങ്കിൽ കുക്കികൾ ഭൂരിപക്ഷമുള്ള മേഖലയാണ് ചുരാചന്ദ്പൂർ. ചുരാചന്ദ്പൂരിലാണ് ഇപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. ആ കാറിൽ സഞ്ചരിക്കുകയായിരുന്നവർക്കു നേരെ അക്രമികൾ, ആയുധധാരികളായിട്ടുള്ളവർ ഇതുപോലെ വെടിയുതിർക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് 60 വയസ്സ് ഉള്ള സ്ത്രീ ഉൾപ്പെടെ ഈ വെടിയുതിർപ്പിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സുരക്ഷാ സേനയും പോലീസിനെയും വിന്യസിച്ചുകൊണ്ട് അവിടെ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ആരും, ഈ അക്രമികൾ ആരാണെന്നോ അല്ലെങ്കിൽ ഈ ആയുധധാരികൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇത് സംബന്ധിച്ചൊക്കെയും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഇതുവരെയും ആരും ഏറ്റെടുക്കാത്ത സാഹചര്യമാണ്. കുക്കി വിഭാഗത്തിലുള്ളവരാണ് ആക്രമണം നടത്തിയത് എന്ന ആരോപണമാണ് സുരക്ഷാ സേന ഉൾപ്പെടെ ഉയർത്തുന്നത്. അതേസമയം തന്നെ പറയുന്നു, കുക്കികളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള കുക്കികളെ അക്രമികളായി വരുത്തി തീർക്കുവാനുള്ള തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കമാണ് സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് എന്നുള്ള ആരോപണമാണ് കുക്കി വിഭാഗം ഉയർത്തുന്നത്. എന്തായാലും നിലവിൽ ചുരാചന്ദ്പൂർ കൂടുതൽ കനത്ത ജാഗ്രതയിലേക്ക് പോവുകയാണ്. നിരവധി സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിവിധയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു അക്രമ സംഭവം ചുരാചന്ദ്പൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വിനിഷ. ശരി, സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിലുണ്ടായ വെടിവെപ്പിൽ ഒരു സ്ത്രീ അടക്കം 4 പേർ കൊല്ലപ്പെട്ടതായാണ് വിശദാംശങ്ങൾ.